അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഏകദേശം നമ്മൾ പകുതി ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 10 added to trace a number make 5 times the number. What is the number? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു. 10 added to the trace of a number, അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് എത്ര കൂട്ടുന്നു എന്നാ പറഞ്ഞത്? 10 കൂട്ടുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? മേക്സ് 5 times the number. ആ സംഖ്യയുടെ 5 മടങ്ങായിട്ട് അത് വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ 3 മടങ്ങ്, അതാണ് ട്രൈസ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. ട്രൈസ് ഓഫ് എ നമ്പർ. അപ്പൊ ഒരു സംഖ്യയുടെ എത്രയാണ്? 3 മടങ്ങ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു നമ്പർ ഏതാണ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, നമ്പർ തന്നിട്ടില്ല. നമ്മൾ അപ്പൊ നമ്പറായിട്ട് ഏതാണ് എടുക്കുന്നത്? സംഖ്യയായിട്ട് എടുക്കുന്നത് എക്സ് ആയിട്ടാണ്. എന്തെടുക്കുന്നത്? നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ പരിഗണിക്കുന്നു. നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്പർ അല്ലെങ്കിൽ സംഖ്യ. നമ്പർ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് നമ്പർ ആണ്, നമുക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി പറയുന്നത് എന്താണ്? ട്രൈസ് ഓഫ് എ നമ്പർ. ഈ സംഖ്യയുടെ 3 മടങ്ങ് എടുക്കുവാനാണ് പറയുന്നത്. 3 മടങ്ങ് എടുക്കുവാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സംഖ്യ എക്സ് ആണ്, സംഖ്യയുടെ 3 മടങ്ങ്. അപ്പോൾ സംഖ്യ ഗുണം 3. സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 into എക്സ് എത്ര കിട്ടും? 3x എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈക്വൽ ടു 3x. സംഖ്യയുടെ 3 മടങ്ങ് ലഭിച്ചു, അത് 3x ആണ്. ഇനി പറയുന്ന കാര്യം എന്താണ്? അതിനോട് എത്ര കൂട്ടുന്നു എന്ന് പറയുന്നു? 10 added, 10 കൂട്ടുക. 10 കൂട്ടുമ്പോൾ 3xന്റെ കൂടെ 10 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നു, എന്ത് ലഭിക്കുന്നു? സംഖ്യയുടെ 5 ടൈംസ് ലഭിക്കുന്നു, അഥവാ സംഖ്യയുടെ 5 മടങ്ങ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടൊപ്പം 3xനോടൊപ്പം 10 ആഡ് ചെയ്യുമ്പോൾ സംഖ്യയുടെ 5 ടൈംസ് ലഭിക്കുന്നു, അഥവാ 5x ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്തും? ഇവിടെ 3x ഉണ്ട്, ഇവിടെ 5x ഉണ്ട്. ആ 3x നമുക്ക് സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? 10 മാത്രമേ ഉള്ളൂ. 10 അതുപോലെ എടുത്തെഴുതുന്നു. 10 ഈക്വൽ ടു 5x മൈനസ് 3x എന്ന് പറയുന്നു. വീണ്ടും 10 ഈക്വൽ ടു 5xൽ നിന്നും 3x പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് അത് 2x ആണ്. 10 ഈക്വൽ ടു 2x. തിരിച്ചു പറയണേ എങ്ങനെ പറയാം? അതായത് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ x കണ്ടെത്താനായിട്ട് 10 ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 ആണ്. എക്സിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പോൾ നമ്മുടെ സംഖ്യയുടെ ഏതാണ്? സംഖ്യാസമം അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര എഴുതുക? 5 എന്ന് എഴുതുക. നമ്പർ ഈക്വൽ ടു നമ്പർ അല്ലെങ്കിൽ സംഖ്യാസമം എത്രയാണ്? 5 എന്ന് ലഭിക്കുന്നു. ഇത് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 36 added to 13 time of a number gives 31 times the number. What is the number? ക്വസ്റ്റ്യൻ എങ്ങനെയാ പറയുന്ന? 36 added to 13 time of a number. ഒരു സംഖ്യയുടെ 13 മടങ്ങിനോട് 31 ആഡ് ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ 31 മടങ്ങ് ലഭിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയി? ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. 36 added to a number. 36 added to a number. ഒരു സംഖ്യയോടൊപ്പം എത്രയാണ് ആഡ് ചെയ്യുന്നത്? 36 added to a number. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഒരു സംഖ്യയുടെ കൂടെ 36 ആഡ് ചെയ്യുന്നു. സംഖ്യയുടെ 13 മടങ്ങിനോട് 36 ആഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം എങ്ങനെ വരുന്നത്. ഇവിടെ സംഖ്യ അല്ലെങ്കിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ്. നമ്പർ ഈക്വൽ ടു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി സംഖ്യയുടെ കൂടെ സംഖ്യയുടെ 13 മടങ്ങ് എന്നാണ് പറയുന്നത്. എത്ര മടങ്ങാണ്?
13 മടങ്ങ് എന്ന് പറയുന്നു. സംഖ്യയുടെ 13 മടങ്ങ് എന്ന് പറയുമ്പോൾ 13 ഇൻറ്റു എക്സ്, അത് 13x ആണ്. സംഖ്യയുടെ 13 മടങ്ങിനോട് പിന്നെ എത്രയാണ് ആഡ് ചെയ്യുന്നത്? 36 ആഡ് ചെയ്യുമ്പോൾ 36 ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്ന് പറയുന്നത് സംഖ്യയുടെ 31 മടങ്ങാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തതാണ്. നമ്പർ ആയിട്ട് നമ്മൾ എക്സിനെ കൺസിഡർ ചെയ്യുന്നു. പിന്നീട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സംഖ്യയുടെ 13 മടങ്ങ് എന്ന് പറയുന്നു. 13 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്പർ ഇൻറ്റു എക്സ്. നമ്പർ എന്ന് പറഞ്ഞാൽ 13 മടങ്ങാണ്. 13 ഇൻറ്റു എക്സ് 13x ആണ്. സംഖ്യയുടെ 13 മടങ്ങിനോട് 36 ആഡ് ചെയ്യുമ്പോൾ 31 മടങ്ങായിട്ട് മാറുന്നു. 31 മടങ്ങായിട്ട് മാറുന്നു. ഇനി എങ്ങനെ ചെയ്യും? തൊട്ട് മുന്നേ ചെയ്തതിന്റെ സെയിം തന്നെയാണ്. എങ്ങനെ വരും? 36 ഉണ്ട്. 36നെ അതുപോലെ എടുത്തെഴുതുന്നു. 36 ഈക്വൽ ടു 31x സമത്തിനപ്പുറത്തുണ്ട്, അത് അതുപോലെ. ഇവിടുത്തെ 13xനെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ മൈനസ് 13x ആയിട്ട് മാറുന്നു. മൈനസ് 13x ആയിട്ട് മാറുന്നു. വീണ്ടും 36 ഈക്വൽ ടു 31x നിന്നും 13xനെ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നു അത് 18x ആണ്. ലഭിക്കുന്നത് 18x ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ദാറ്റ് മീൻസ് 18x സമം 36. എങ്ങനെ എഴുതുന്നു? ഇതിന് നേരെ ഓപ്പോസിറ്റ് തിരിച്ചെഴുതുന്നു. 36 ഈക്വൽ ടു 18x ആണെങ്കിൽ 18x എന്ന് പറഞ്ഞാൽ 36 തിരിച്ചെഴുതി. അങ്ങനെയായാൽ x കണ്ടെത്താനായിട്ട് 36 ഡിവൈഡഡ് ബൈ 18 എന്ന് വരുന്നു. x ഈക്വൽ ടു 2. x എന്ന് പറയുന്ന സംഖ്യ എത്രയായിരിക്കും? അത് 2 ആയിരിക്കും. x എന്ന് പറയുന്ന സംഖ്യ എത്രയായിരിക്കും? 2 ആയിരിക്കും. തൊട്ട് താഴോട്ട് എഴുതുക. നമ്പർ ഈക്വൽ ടു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് 2 ആണ്. ചെയ്തു നോക്കാൻ ശരിയാണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന്റെ സ്ഥാനത്ത് എത്ര എഴുതുക? 2നെ എഴുതി നോക്കുക. ചെയ്തത് ശരിയാണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് കിട്ടിയ ഉത്തരം എന്ന് പറയുന്ന ഈ 2നെ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം ശരിയാകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. 2നെ എക്സിന്റെ സ്ഥാനത്ത് എഴുതുക. 13 ഇൻറ്റു 2 എത്ര കിട്ടും? 13 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 2 26 എന്ന് ലഭിക്കുന്നു. 26 പ്ലസ് 26നോടൊപ്പം 36 കൂടെ കൂട്ടുക. 26നോടൊപ്പം എത്ര കൂട്ടുക? 36 കൂടെ കൂട്ടുക. 13 ഇൻറ്റു 2 പ്ലസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ഇൻറ്റു 2ന് തുല്യമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 13 ഇൻറ്റു 2 26 പ്ലസ് 36 സമം 31 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 എന്ന് ലഭിക്കുന്നു. ഇവിടെയും എത്ര തന്നെയാണ്? 62. അപ്പൊ 62 ഈക്വൽ ടു 62 എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ശരിയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 12 added to 3 times a number is equal to 2 added to 5 times the number. What is the number? ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? 12 added 12 കൂട്ടുന്നു. ഏതിനോടൊപ്പം 12 കൂട്ടുന്നത്? 12 കൂട്ടുന്നത് 3 times of a number. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ്, അല്ലെങ്കിൽ തുല്യമാണ്. ഏതിനോടാ തുല്യമാകുന്നത്? 2 added to 5 times a number. ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 2 കൂട്ടുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ചെയ്താൽ മാത്രമേ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നോക്കാം. 12 added to 3 times a number എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്പർ കഴിഞ്ഞതായിട്ട് 2 കണക്കിൽ ചെയ്തതാണ്. നമ്പർ ഏതാണ്? നമ്പർ എക്സ് ആണ്. നമ്പറിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്പർ ഈക്വൽ ടു എക്സ്. നമ്പർ എക്സ് തന്നെയാണ്, മാറ്റമില്ല. പിന്നീട് പറയുന്നത് 12 കൂട്ടുക എന്നാണ്. 12 added എന്നാണ് പറയുന്നത്. ഏതിനോടാ 12 ആഡ് ചെയ്യുന്നത്? 3 times a number. ആ നമ്പറിനെ, ഒരു സംഖ്യയുടെ
3 മടങ്ങിനോട് 12 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യമാണ് എഴുതിയത്. 12 ആഡഡ് 12 കൂട്ടുന്നു. ഏതിനോടൊപ്പമാണ്? 3 ടൈംസ് ഓഫ് എ നമ്പർ. ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 into x. സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യമാണ്. ഏതിനോടാണ് തുല്യമാകുന്നത്? ആഡഡ് ഈക്വൽ ടു 2 added to 5 times a number. ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 2 കൂട്ടുന്നതിന് തുല്യമാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 2 കൂട്ടുന്നതിന് തുല്യമാണ്. ഇതേ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇക്വേഷൻ എഴുതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യന്റെ പകുതി ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാണ് പകുതി കംപ്ലീറ്റ് ആവുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇക്വേഷൻ ആയി. ഇക്വേഷൻ ആയെങ്കിൽ ആ ഇക്വേഷനിൽ നിന്നുകൊണ്ടാണ് താഴോട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്തു ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടുക എന്നതിന്റെ അർത്ഥം ആ സംഖ്യയുടെ 5 മടങ്ങിനോട് 2 കൂട്ടുന്നതിന് തുല്യമാണ്. രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഈ 12 ഉണ്ട്. ആ 12 അതുപോലെ എടുത്തിടുക. 12 അതിനുശേഷം ഈ 2നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ സമത്തിന് ഇപ്പുറത്തുള്ള 2നെ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊണ്ട് സംഖ്യകളെല്ലാം ഒരുമിച്ചാക്കുക. ഇവിടെ 12 ഉണ്ട്. ആ 12നെ അതുപോലെ എടുത്തെഴുതി. സമത്തിനപ്പുറത്തുള്ള 2നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. പോസിറ്റീവാണ്. സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? അത് നെഗറ്റീവ് ആയിട്ട് മാറും. വീണ്ടും സമത്തിന് ഇപ്പുറത്ത് എന്തുണ്ട്? 5x ഉണ്ട്. 5x അതുപോലെ. അതിനുശേഷം ചരങ്ങൾ എന്ത് ചെയ്യുക? ഒരുപോലെ കൊണ്ടുവരിക. 5x ഇവിടെ ഉണ്ട്. 5x ഇവിടെ 3x ആണ്. സമത്തിന് അപ്പുറത്തേക്ക് പോകുന്നു. നെഗറ്റീവ് ആയിട്ട് മാറുന്നു. നെഗറ്റീവ് 3x ആയിട്ട് മാറുന്നു. ഇനി 12ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 10 ആണ്. 5xൽ നിന്ന് 3x പോയി കഴിഞ്ഞാൽ ഉള്ളത് 2x ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതുപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ x കണ്ടെത്താനായി 10 ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു. x എന്ന് പറയുന്ന സംഖ്യ അത് 5 ആണ്. x എന്ന് പറയുന്ന സംഖ്യ എത്രയാണ്? 5 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ദി ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times that of അപ്പു. After 9 years, it would be 3 times. What are their ages now? ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times ഓഫ് അപ്പു. അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നത് എന്താണ്? അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അപ്പുവിന്റെ അമ്മയുടെ പ്രായം. പിന്നീട് പറയുന്നതാണ് ആഫ്റ്റർ 9 years. 9 വർഷം കഴിയുമ്പോൾ ഉള്ളത്. 9 വർഷം കഴിയുമ്പോൾ ഇറ്റ് വുഡ് ബി 3 times. ഇത് എത്ര മടങ്ങായിട്ട് മാറും? 3 മടങ്ങായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഇപ്പോഴുള്ള അവരുടെ പ്രായം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അപ്പുവിന്റെ പ്രായം എന്ന് പറയുന്നത്, അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. ഇത് 9 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിട്ട് മാറും? 3 മടങ്ങായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ അപ്പുവിന്റെ അമ്മയുടെ പ്രായം പറയുന്നത് ആരെ അടിസ്ഥാനമാക്കിയാണ്? അപ്പുവിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പുവിന്റെ അമ്മയുടെ പ്രായം പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത് ആരുടെ പ്രായമായിരിക്കും? അപ്പുവിന്റെ പ്രായത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൂസ് ഏജ്, അപ്പുവിന്റെ പ്രായം. മലയാളം മീഡിയം എങ്ങനെ എഴുതാനുള്ളത്? അപ്പുവിന്റെ പ്രായം സമം അപ്പൂസ് ഏജ് ഈക്വൽ ടു അപ്പൂസ് ഏജ് അല്ലെങ്കിൽ അപ്പുവിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. അപ്പുവിന്റെ പ്രായം എക്സ് ആണെങ്കിൽ അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പ് അപ്പൂസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു
അപ്പൂസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു 9x എന്ന് വരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇങ്ങനെയാണ് അപ്പുവിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിട്ടാണ് പരിഗണിച്ചത്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? ഹിസ് മദേഴ്സ് ഏജ് അല്ലെങ്കിൽ അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 മടങ്ങ് എന്ന് പറയുമ്പോൾ അപ്പുവിന്റെ പ്രായം അവിടെ എക്സ്, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9x ആണ്. ആദ്യത്തെ സെന്റൻസിനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയി. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? ആഫ്റ്റർ 9 ഇയേഴ്സ്, 9 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എങ്ങനെ വരും? അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇടുക. 9 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 9 ഇയേഴ്സ്. ആഫ്റ്റർ 9 ഇയേഴ്സ് അഥവാ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എത്ര വയസ്സാണുള്ളത്? അപ്പുവിന് x വയസ്സ്, അപ്പുവിന്റെ അമ്മയ്ക്ക് 9x വയസ്സാണ് ഉള്ളത്. ഇനി 9 വർഷം കൂടെ കഴിയുമ്പോൾ ഇപ്പോഴുള്ള പ്രായത്തിൽ നിന്നും എത്ര കൂടെ വർദ്ധിക്കും? ഇപ്പോൾ നമുക്കിപ്പോ 10 വയസ്സുണ്ടെന്ന് വെച്ചു. 9 വർഷം കഴിയുമ്പോൾ 10 വയസ്സാണോ ഉള്ളത്? അല്ല. 10നോടൊപ്പം 9 വയസ്സും കൂടെ കൂടുകയല്ലേ ചെയ്യുന്നത്? 10 + 9 = 19 എന്നാണ് ആവുന്നത് 9 വർഷം കഴിയുമ്പോൾ. അതുപോലെ അപ്പുവിന് ഇപ്പോൾ x വയസ്സാണ് ഉള്ളത്. 9 വർഷം കൂടെ കഴിയുമ്പോൾ അപ്പുവിന്റെ ഇപ്പോഴുള്ള പ്രായത്തിനോടൊപ്പം 9 കൂടെ വർദ്ധിക്കണ്ടേ? അപ്പോൾ എങ്ങനെയാ എഴുതുന്നത്? ഇപ്പോൾ x വയസ്സുണ്ട്, 9 വർഷം കൂടെ കഴിയുമ്പോൾ ഈ x വയസ്സിനോടൊപ്പം എത്ര കൂട്ടണം? 9 കൂടി കൂട്ടുക. അപ്പോൾ എങ്ങനെ വരും? x + 9 എന്നാകുന്നു. ആഫ്റ്റർ 9 ഇയേഴ്സ്, 9 വർഷങ്ങൾക്ക് ശേഷം അപ്പൂസ് ഏജ് ഈക്വൽ ടു, അപ്പൂസ് ഏജ് അല്ലെങ്കിൽ അപ്പുവിന്റെ പ്രായം. അപ്പുവിന്റെ എങ്ങനെയുള്ള പ്രായമാണ്? 9 വർഷം കഴിഞ്ഞിട്ടുള്ളത്, 9 വർഷം കഴിഞ്ഞുള്ളത്. 9 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോഴേ x വയസ്സാണുള്ളത്. 9 വർഷം കൂടെ കഴിയുമ്പോൾ അതിനോടൊപ്പം 9 കൂടി എന്ത് ചെയ്യും? കൂട്ടുന്നു. അപ്പോൾ x + 9 ആണ് 9 വർഷം കഴിയുമ്പോൾ ഉള്ളത്. ഇനി അപ്പുവിന്റെ അമ്മയുടെ പ്രായത്തിന് എങ്ങനെയായിരിക്കും? 9 വയസ്സും കൂടെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഹിസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു, മദേഴ്സ് ഏജ് ഈക്വൽ ടു അപ്പുവിന്റെ അമ്മയ്ക്ക് ഇപ്പോഴുള്ള പ്രായം 9x ആണ്. ഇതിനോട് എത്ര കൂട്ടുക? 9 കൂടി കൂട്ടുക. അപ്പോൾ വരുന്നത് 9x + 9 എന്ന് വരുന്നു. 9x അധികം 9 എന്ന് വരുന്നു. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പകുതി കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത്, അതായത് ഈ 9x + 9 എന്ന് പറയുന്നത് അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ് എന്നാണ് പറയുന്നത്. അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് ഏത്? 9x + 9 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ x + 9 എന്ന് പറയുന്നതിന്റെ 3 മടങ്ങ് എടുക്കുക. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണെന്നാണ് പറഞ്ഞത്. ഈ 9x + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്ന? അപ്പുവിന്റെ പ്രായമായ x + 9ന്റെ 3 മടങ്ങാണ്. അപ്പൊ പറയുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? x + 9ന്റെ എത്ര മടങ്ങെന്നാ പറയുന്നത്? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആരുടെ പ്രായം ലഭിക്കും? അപ്പോൾ ലഭിക്കുന്നത് അപ്പുവിന്റെ അമ്മയുടെ പ്രായമായ 9x + 9 ലഭിക്കുന്നു. അപ്പോൾ അപ്പുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ x + 9 ആണ്. അതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആരുടെ പ്രായം ലഭിക്കും? അപ്പുവിന്റെ അമ്മയുടെ പ്രായമായ 9x + 9 ലഭിക്കുന്നു. പിന്നീട് എങ്ങനെ വരും? ബ്രാക്കറ്റിന് അകത്തുള്ള സംഖ്യകളായ x + 9നെ ഏതുകൊണ്ട് ഗുണിക്കണം? ബ്രാക്കറ്റിന് വെളിയിലായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x എന്ന് വരുന്നു. വീണ്ടും ചിഹ്നം ഇവിടെ പ്ലസ് ആണ്, അതുപോലെ എഴുതുന്നു. 3 × 9 വരുമ്പോൾ 27 ഈക്വൽ ടു സമത്തിനപ്പുറത്ത് എത്രയാണുള്ളത്? 9x + 9 എന്ന് വരുന്നു. പിന്നീട് ബാലൻസ് ആയിട്ടുള്ളത് ഈ 3x-നെ എന്ത് ചെയ്യുന്നു? 3x-നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 3x-നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ 9-നെ എന്ത് ചെയ്യുന്നു? സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 27 - 9 എന്നാകുന്നു. വീണ്ടും 9x - 3x എന്ന് ആകുന്നു. എങ്ങനെയാണ് സ്റ്റെപ്പ്?
ഇവിടെ 3x ഉണ്ട്. ഈ 3x എന്ത് ചെയ്യുന്നു? സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ -3x ആകുന്നു. അവിടെ എന്തുണ്ട്? 9x അതുപോലുണ്ട്. 9x മൈനസ് 3x ആകുന്നു. പിന്നീട് എന്താണ്? ഇവിടെ 27 ഉണ്ട്. 27 അതുപോലെ എടുത്ത് എഴുതുന്നു. ഈ 9 സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. -9 ആകുന്നു. ഇനി 27ൽ നിന്ന് 9നെ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നു 18 ഈക്വൽ ടു 9x നിന്നും 3x പോയാൽ ബാക്കിയുള്ളത് 6x ആണ്. അതായത് തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 18 ആണ്. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 18 ഭാഗം 6 എന്ന് വരുന്നു. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണ്. x എന്ന് പറഞ്ഞ സംഖ്യ 3 എന്ന് ലഭിച്ചു. നമ്മൾ ഇവിടെ അപ്പുവിന്റെ പ്രായത്തിനെയാണ് x ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ അപ്പുവിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലഭിച്ചു? അത് 3 എന്ന് ലഭിച്ചു. അപ്പുവിന്റെ പ്രായം എത്രയാണ്? 3 ആണ്. അപ്പുവിന്റെ പ്രായം 3 ആണെങ്കിൽ അപ്പുവിന്റെ അമ്മയുടെ പ്രായം കണ്ടെത്താനായി 9 × 3, അതായത് 9 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 27 എന്ന് വരും. നിങ്ങൾ തൊട്ട് താഴെയായിട്ട് എടുത്തെഴുതുക. എന്ത്? അപ്പൂസ് ഏജ് ഈക്വൽ ടു 3 എന്ന് എടുത്തെഴുതുക. അതിന് തൊട്ട് താഴെയായിട്ട് ഹീസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു 9x. അതിനുശേഷം 9 × 3 ഈക്വൽ ടു 27. അപ്പുവിന് 3 വയസ്സാണെങ്കിൽ അപ്പുവിന്റെ അമ്മയ്ക്ക് 27 വയസ്സായിരിക്കും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees ഫോർ ചൈൽഡ് and 25 rupees for an adult. 740 rupees was got from 50 persons. How many children among them? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. The ticket rate for science exhibition, സയൻസ് ശാസ്ത്ര പ്രദർശനത്തിനായിട്ട് ഉള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 rupees ഫോർ ചൈൽഡ്. കുട്ടികൾക്ക് ഉള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 രൂപയാണ്. ഇനി അഡൾട്ടിനാണെങ്കിലോ പ്രായപൂർത്തിയായവർക്ക് ഉള്ളതാണെങ്കിൽ 25 രൂപയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 26 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ എത്രയ്ക്ക് മാറ്റണം? 25 രൂപയാണ്. പിന്നീട് പറയുന്ന കാര്യം 740 rupees വാസ് ഗോട്ട് ഫ്രം 50 persons. 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വരുമാനമായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 740 രൂപയാണ്. 740 രൂപ അവർക്ക് ടിക്കറ്റ് വിൽപ്പനയിലൂടെ വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം, അവരിൽ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്താനായിട്ട് ഉള്ളത്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കുട്ടികൾക്ക് എത്ര രൂപയാണ്? 10 രൂപയാണ് കുട്ടികൾക്ക് ഉള്ളത്. അഡൾട്ടിനാണെങ്കിൽ 25 രൂപയാണ്. നമുക്ക് കണ്ടെത്താനുള്ളത് കുട്ടികൾ എത്ര പേരുണ്ട്, അഡൾട്ട് എത്ര പേരുണ്ട്. അവർക്ക് ആകെ ലഭിച്ച വരുമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 740 രൂപ ലഭിക്കുകയും ചെയ്തു. ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം ടിക്കറ്റ് എത്രയൊക്കെ കൊടുത്തത്? 50 പേർക്കാണ് ടിക്കറ്റ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്തും നോക്കാം നമുക്ക്. ഇവിടെ അഡൾട്ടിന്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 25 ആണ്. കുട്ടികളെ ആണെങ്കിലോ അത് 10 രൂപയാണ്. റേറ്റ് ഓഫ് ടിക്കറ്റ് പെർ ചൈൽഡ്, ഓരോ കുട്ടികൾക്കും ഉള്ള ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 രൂപയാണ്. എങ്ങനെ പറയുന്ന? റേറ്റ് ഓഫ് ടിക്കറ്റ് പെർ ചൈൽഡ്, കുട്ടികൾക്ക് ചിലവാകുന്ന ടിക്കറ്റിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 രൂപയാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അഡൾട്ടിനാണെങ്കിലോ അഡൾട്ടിന് ചിലവാകുന്നത് 25 രൂപയാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതിയത് ഇങ്ങനെയാണ്: റേറ്റ് ഓഫ് ടിക്കറ്റ് പെർ അഡൾട്ട്, പ്രായപൂർത്തിയായവർക്ക് ടിക്കറ്റിന് ചിലവാകുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയാണ്. ഇനി അവർ എത്ര ടിക്കറ്റാണ് മൊത്തത്തിൽ കൊടുത്തു എന്ന് പറയുന്നത്? ആകെ കൊടുത്ത ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ടിക്കറ്റുകളാണ് അവർ കൊടുത്തത്. അപ്പോൾ ടോട്ടൽ ടിക്കറ്റ് ഈക്വൽ ടു
ആകെ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്? അത് 50 ടിക്കറ്റുകളാണ് ആകെ എന്ത് ചെയ്തത്? അവർ കൊടുത്തത്. ടിക്കറ്റുകൾ 50 എണ്ണം വിൽപ്പന നടത്തി. 50 എണ്ണം വിൽപ്പന നടത്തിയപ്പോൾ അവർക്ക് എത്ര രൂപ ലഭിച്ചു? അത് അവരുടെ വരുമാനമാണ്. ആകെ വരുമാനം സമം ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 740 രൂപയാണ്. എത്രയാണ്? 740 രൂപ. അപ്പോൾ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? റേറ്റ് ഓഫ് ടിക്കറ്റ് പെർ ചൈൽഡ്. കുട്ടികൾക്ക് ടിക്കറ്റിന് ചിലവാകുന്ന തുക സമം 10 രൂപ. ഒന്നാമത്തെ സ്റ്റെപ്പായി. രണ്ടാമത്തത് റേറ്റ് ഓഫ് ടിക്കറ്റ് പെർ അഡൾട്ട്. പ്രായപൂർത്തിയായവർക്ക് ടിക്കറ്റിന് ചിലവാകുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 ആണ്. 50 ടിക്കറ്റുകളാണ് എന്ത് ചെയ്തത്? വിറ്റത്. ഈ ടോട്ടൽ റവന്യൂ എത്ര കിട്ടി? അത് 740 കിട്ടി. ഇനി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് കണ്ടെത്തേണ്ടത് കുട്ടികളുടെ എണ്ണം എത്ര, പ്രായപൂർത്തിയായവരുടെ എണ്ണം എത്ര. അപ്പോൾ എഴുതാം നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു കുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അറിഞ്ഞൂടാത്തതിനാൽ നമ്മൾ എഴുതുന്നു അതിനെ എക്സ്. കുട്ടികളുടെ എണ്ണം എക്സ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എഴുതാം നമ്പർ ഓഫ് അഡൾട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അഡൾട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അഡൾട്ട്സ് എത്രയാണുള്ളത്? പ്രായപൂർത്തിയായവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എത്രയുള്ളത്? കുട്ടികളെ എക്സ് ആണുള്ളത്. കുട്ടികളെ എക്സ് ആണ്. പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യം ആകെ ടിക്കറ്റ് വിറ്റത് എത്രയാണ്? 50 ടിക്കറ്റ് വിറ്റു. ഈ 50 ടിക്കറ്റുകളിൽ എങ്ങനെയാ വരുന്നത്? കുട്ടികളുടെ എണ്ണവുമുണ്ട്, പ്രായപൂർത്തിയായവരുടെ എണ്ണവുമുണ്ട്. കുട്ടികളുടെ എണ്ണവും പ്രായപൂർത്തിയായവരുടെ എണ്ണവും കൂട്ടിയാണ് 50 ടിക്കറ്റുകൾ. അതിൽ കുട്ടികളുടെ എണ്ണം എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണം എങ്ങനെയാ കണ്ടെത്തുന്നത്? ആകെയുള്ള ഈ 50-ൽ നിന്നും എക്സ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ പ്രായപൂർത്തിയായവരുടെ എണ്ണം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 50 മൈനസ് എക്സ് എന്ന് എഴുതാം. എങ്ങനെയാണ്? 50 മൈനസ് എക്സ്. 50 മൈനസ് എക്സ് എങ്ങനെയാ കിട്ടിയത്? കുട്ടികളുടെ എണ്ണത്തെയാണ് ഞാൻ എക്സ് ആയിട്ട് എടുത്തത്. കുട്ടികളുടെ എണ്ണം എക്സ് ആണ്. ആകെ 50 ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വലിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-ൽ നിന്നും എന്ത് ചെയ്യണം? കുട്ടികളുടെ എണ്ണം കുറച്ചാൽ പോരെ? 50-ൽ നിന്നും കുട്ടികളുടെ എണ്ണം കുറച്ചാൽ പോരെ? അതാണ് 50 മൈനസ് എക്സ്. ഇപ്പൊ കുട്ടികളുടെ എണ്ണം കിട്ടി, വലിയ ആൾക്കാരുടെ എണ്ണം കിട്ടി. കുട്ടികളുടെ എണ്ണം എക്സ്, വലിയ ആൾക്കാരുടെ എണ്ണം 50 മൈനസ് എക്സ്. ഇനി കിട്ടിയിരിക്കുന്ന തുക എത്രയാണ്? 740 ആണ്. ഇനി കുട്ടികൾക്ക് ടിക്കറ്റിന്റെ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയല്ലേ? കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റിന്റെ നിരക്ക്. അപ്പോൾ എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞ? എക്സ് കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ എക്സ് കുട്ടികൾക്ക് 10 രൂപ നിരക്കിൽ ആകെ എത്ര രൂപ വരുമാനമായിട്ട് കിട്ടും? 10 ഇൻറ്റു എക്സ്. എത്ര അത് 10x ആണ്. 10x. പിന്നീട് 10x-നോടൊപ്പം അടുത്തത് രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ്? വലിയ ആൾക്കാർക്ക് ടിക്കറ്റിന് 25 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് ടിക്കറ്റിന് 25 രൂപ. അപ്പോൾ 25 രൂപയെ കുട്ടികൾ, ഇനി വലിയ ആൾക്കാരുടെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാർ എത്രയാണ്? അത് 50 മൈനസ് എക്സ് ആണ്. അപ്പോ കുട്ടികളുടെ വരുമാനം, കുട്ടികൾക്ക് ടിക്കറ്റ് വിറ്റപ്പോൾ കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ 10x ആണ്. വലിയ ആൾക്കാർക്കാണെങ്കിലോ വലിയ ആൾക്കാർക്ക് 25 രൂപ വെച്ചാണ്. അത് എണ്ണം 50 മൈനസ് എക്സ് ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ലഭിക്കുന്ന തുകയാണ് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 740 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10x അതുപോലെ എഴുതുക. 10x പ്ലസ് ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തുള്ള സംഖ്യയെ ബ്രാക്കറ്റിന് വെളിയിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 25 ഇൻറ്റു 50. 25-നെ 50 കൊണ്ട് ഗുണിക്കുക. 25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125 വരുന്നു. ബാക്കി ഒരു 0 ഉണ്ട്. 1250 മൈനസ്. ശ്രദ്ധിക്കണം, മൈനസ് ആണ്. ഇവിടുത്തെ ചിഹ്നം മൈനസ് ആണ്. ഇവിടെ 25 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നു. അപ്പോൾ 25x സമം 740 എന്ന് വരുന്നു. പിന്നീട് എന്താ ചെയ്യാനുള്ളത്? 1250 മൈനസ് 1250 മൈനസ്
ഇവിടെ -25x, ഇവിടെ +10x. ശ്രദ്ധിക്കണം, ഇവിടെ -25x ആണുള്ളത്, ഇവിടെ +10x ആണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 25. 25ൽ നിന്ന് 10 കുറയ്ക്കുക, എത്ര ലഭിക്കുന്നു? 15x എന്ന് ലഭിക്കുന്നു. വലുതിന്റെ ചിഹ്നമായ മൈനസ് അതുപോലെ എടുത്തെഴുതുന്നു. സമം 740 എന്ന് ലഭിക്കുന്നു. പിന്നീട് അടുത്ത സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതാം? -15x അതുപോലെ 15x സമം, സമത്തിനപ്പുറത്ത് എത്ര ഉണ്ട്? 740 ഉണ്ട്. സമത്തിന് ഇപ്പുറത്തുള്ള 1250നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് സംഖ്യയായിട്ടുള്ള സംഖ്യ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആകുന്നു. -1250 എന്ന് വരുന്നു. വീണ്ടും -15x സമം, -15x സമം എത്ര ലഭിക്കുന്നു? 560 എന്ന് ലഭിക്കുന്നു. അപ്പൊ നോക്കുക, -15x സമം -510 എന്ന് വരുന്നു. രണ്ടിടത്തും മൈനസ് ഉണ്ട്, രണ്ട് മൈനസുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 15x സമം 510 എന്ന് വരുന്നു. 15x സമം 510. രണ്ടിടത്തും മൈനസ് ഉണ്ട്, ആ രണ്ട് മൈനസിനെയും ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുന്നു. അപ്പോൾ ഇവിടെ 15x എന്നാവുന്നു, ഇവിടെ 510 എന്നാവുന്നു. ഇനി x കണ്ടെത്താനായിട്ട് 510 ഡിവൈഡഡ് ബൈ 15 എന്ന് വരുന്നു. 510 ഭാഗം 15. 510 ഭാഗം 15 3 തവണയാകുമ്പോൾ 45 എന്ന് വരുന്നു. 60 4 തവണയാകുമ്പോൾ 60, 34 എന്ന് കിട്ടുന്നു. അപ്പോൾ x എന്ന് പറയുന്ന സംഖ്യ എത്രയാണ്? 34 ആണ്. x എന്ന് പറഞ്ഞ നമ്മൾ ആരുടെ എണ്ണമാണ് എടുത്തത്? x എടുത്തത് കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ x ആയിട്ട് എടുത്തത്. കുട്ടികളുടെ എണ്ണം x ആണ് എന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? വലിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 - ഞാൻ ഇങ്ങോട്ടാണ് എഴുതുന്നത്, ശ്രദ്ധിക്കുക. 50 - x എന്നുള്ളതാണ് വലിയ ആൾക്കാരുടെ എണ്ണം. അപ്പോൾ നിങ്ങൾ എഴുതണം നമ്പർ ഓഫ് അഡൽട്സ് ഈക്വൽ ടു 50 - x. വീണ്ടും 50 ഇപ്പോൾ കിട്ടിയ x എത്രയാണ്? 34 കുറയ്ക്കുക. 34, 50ൽ നിന്ന് 34 പോയി കഴിഞ്ഞാൽ എത്രയാണുള്ളത്? അത് 16 ആണ്. അപ്പോൾ അഡൽട്സിന്റെ എണ്ണം, പ്രായപൂർത്തിയായവരെ എത്ര പേരാണ്? പ്രായപൂർത്തിയായവര് 16 ആൾക്കാരുള്ളത്. കുട്ടികളുടെ എണ്ണം 34 ആണ്. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ, നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 740 ആണോ ലഭിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമാണ്. ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലാവാനായിട്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണെന്ന് ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം എന്ത് ചെയ്തില്ല? 8 ആൺകുട്ടികള് വന്നില്ല. അപ്പൊ അങ്ങനെ 8 ആൺകുട്ടികൾ വരാതിരുന്നതിന്റെ ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ എത്ര? പെൺകുട്ടികൾ എത്ര? ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ? ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും ഈക്വൽ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് തുല്യമാണ്? അത് നമ്പർ ഓഫ് ബോയ്സിന് ഈക്വൽ ആണ്. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ, ഞാൻ ഒരു ഈക്വലും കൂടെ ഇടുന്നു, എന്തിനു വേണ്ടിയാണെന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു
നമ്മൾ എന്താ എഴുതുന്ന? പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല, ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അറിയാവുന്ന കാര്യം അത് രണ്ടും തുല്യമാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ എടുക്കുന്നു അതിനെ എക്സ് ആയിട്ട്. പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും നമുക്ക് അറിയത്തില്ല. അറിയാത്ത സാഹചര്യത്തിൽ എന്തായിട്ട് എടുക്കുന്നു? അതിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും എക്സ് ആയിട്ട് പരിഗണിക്കുന്നു. പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും എക്സ് ആയി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. 8 ആൺകുട്ടികൾ വന്നില്ല. 8 ആൺകുട്ടികൾ വരാതിരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയായി. ആരുടെ ഇരട്ടിയായി? ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി മാറി. കൺഫ്യൂഷൻ ആകരുത്. പറയുന്നത് ഇങ്ങനെയാണ്, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം തുല്യമാണ്, അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ബോയ്സ് എന്ത് ചെയ്തില്ല? 8 പേര് വന്നില്ല. 8 പേര് വന്നില്ല. 8 പേര് വരാത്ത ഒരു ദിവസം ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 8 പേര് വന്നില്ല. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം എന്ത് ചെയ്യും? ആൺകുട്ടികളുടെ ഇപ്പോഴെത്രയാണോ എണ്ണമുള്ളത് അതിൽ നിന്നും എത്ര കുറയ്ക്കണം? 8 കുറവല്ലേ? അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണത്തെ ഞാൻ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 8 പേര് വന്നില്ല. അപ്പോൾ എന്തായിട്ട് മാറും? ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 8 എന്ന് ആയിട്ട് മാറും. എങ്ങനെയാണ്? എക്സ് മൈനസ് 8. ആൺകുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് ബോയ്സ് എത്രയായിട്ട് മാറും? എക്സ് മൈനസ് 8. ആൺകുട്ടികളുടെ എണ്ണം 8 ആയിട്ട് മാറി. ആൺകുട്ടികളുടെ എണ്ണം 8 ആയിട്ട് മാറി. അതോടൊപ്പം പറയുന്ന വേറൊരു കാര്യം എന്താണ്? പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ എന്തായിട്ട് മാറിയത്? 2 മടങ്ങായിട്ട് മാറി എന്നാണ് പറയുന്നത്. 2 മടങ്ങ്. പെൺകുട്ടികളുടെ എണ്ണത്തിന് മാറ്റമില്ല, അത് എക്സ് തന്നെയാണ്. പിന്നീട് എന്തോടെ സംഭവിച്ചു? 2 മടങ്ങായിട്ട് മാറി എന്നാണ് പറയുന്നത്. പെൺകുട്ടികളുടെ എണ്ണം ഇവിടെ എക്സ് തന്നെയാണ്, മാറ്റമില്ല. ആൺകുട്ടികള് 8 പേര് വരാതിരുന്നപ്പോൾ അത് 2 മടങ്ങായിട്ട് മാറി. ആരുടെ 2 മടങ്ങ്? പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ. എങ്കിൽ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര? ഇനി ചെയ്യാം. എക്സ് സമം 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. 2 ഇൻറ്റു മൈനസ് 16 എത്ര കിട്ടും? 2 ഇൻറ്റു 8, 2 ഇൻറ്റു മൈനസ് 8 ഈക്വൽ ടു മൈനസ് 16 എന്ന് വരുന്നു. അപ്പോൾ എങ്ങനെയാണ്? എക്സിനെ അതുപോലെ എടുത്ത് എഴുതുന്നു. 2 ഇൻറ്റു എക്സ് 2x എന്ന് വരുന്നു. വീണ്ടും 2 ഇൻറ്റു മൈനസ് 8 എത്ര വരുന്നു? മൈനസ് 16 എന്ന് വരുന്നു. പിന്നീട് ഈ മൈനസ് 16 സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴെന്താവും? പോസിറ്റീവ് 16 ആവുന്നു. ഈക്വൽ ടു 2x അവിടെ ഉണ്ട്. ഈ എക്സിനെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് എന്ന് വരുന്നു. ഇനി 16 സമം 2x നിന്നും എക്സ് പോയാൽ ബാക്കി എക്സ് ആണുള്ളത്. തിരിച്ചെഴുതി കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലഭിക്കുന്നു? 16 എന്ന് ലഭിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലഭിക്കുന്നു? 16. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എണ്ണമാണ്? പെൺകുട്ടികളുടെ എണ്ണമാണ്. അതോടൊപ്പം തന്നെ ആൺകുട്ടികളുടെയും എണ്ണമാണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാം. ചിലർക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്ത് ചെയ്യുക? നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ്. ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ്. ഞാൻ എടുക്കുന്നു അതിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം സമം എക്സ്. പിന്നീട് രണ്ടാമതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ആൺകുട്ടികൾ എന്ത് ചെയ്തില്ല? 8 പേര് വന്നില്ല. അപ്പൊ 8 പേര് വരാതിരിക്കുമ്പോൾ ആ ആൺകുട്ടികളുടെ എണ്ണം 8 പേര് എന്ത് ചെയ്യണം? കുറയണം. കുറയുമ്പോൾ 8 നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ആയിട്ടാണ് ആൺകുട്ടികളുടെ എണ്ണത്തെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 8നെ അങ്ങ് കുറച്ചു. അപ്പോൾ എക്സ് മൈനസ് 8 ആണ് നിലവിലെ ആൺകുട്ടികളുടെ എണ്ണം. ആ നിലവിലെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങ് ആരുണ്ട്? ഗേൾസ് ഉണ്ട്. 2 മടങ്ങ് ആരുണ്ട്? ഗേൾസ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 8 ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന്റെ എണ്ണമാണ്, ഒരു മാറ്റവുമില്ല, എക്സ് തന്നെയാണ്. പിന്നീട് എക്സിനെ അതുപോലെ എടുത്ത് എഴുതുന്നു. വീണ്ടും 2 ഇൻറ്റു എക്സ് 2x ആണ്. 2 ഇൻറ്റു മൈനസ് 8 മൈനസ് 16. പിന്നീട് ചെയ്തത് മൈനസ് ആയിട്ടുള്ള 16നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റി. പിന്നീട് സമത്തിന് ഇപ്പുറത്ത് 2x ഉണ്ട്, അതുപോലെ എടുത്ത് എഴുതുന്നു. പോസിറ്റീവായ എക്സിനെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, നെഗറ്റീവ് എക്സ് ആയിട്ട് മാറുന്നു. വീണ്ടും 16 അതുപോലെ 2x നിന്നും എക്സ് പോയാൽ എക്സ് ഈക്വൽ ടു 16. ആൺകുട്ടികളുടെ എണ്ണം
അവസാനം എഴുതി നിർത്തേണ്ടത് ഇങ്ങനെയാണ്: ആൺകുട്ടികളുടെ എണ്ണം സമം പെൺകുട്ടികളുടെ എണ്ണം സമം 16. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ ഇവരുടെ പ്രായം എത്ര? രണ്ടാൾക്കാര്, അടുത്തടുത്ത സുഹൃത്തുക്കളായ 2 പേര്, അജയൻ വിജയൻ. അപ്പോൾ അജയന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ ആരാ മൂത്തത്? അജയനാണോ വിജയനാണോ? അജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞത്? വിജയനേക്കാള് 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ ആരെ അടിസ്ഥാനമാക്കിയാണ് അജയന്റെ പ്രായം പറഞ്ഞേക്കുന്നത്? വിജയന്റെ പ്രായത്തെ അടിസ്ഥാനമാക്കി അജയന്റെ പ്രായത്തെ പറഞ്ഞേക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിജയന്റെ പ്രായത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എക്സ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ എഴുതാം: വിജയന്റെ പ്രായം സമം വിജയന്റെ പ്രായം സമം ഏജ് ഓഫ് വിജയൻ ഈക്വൽ ടു വിജയന്റെ പ്രായം സമം വിജയന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിനെ എക്സ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന്. വിജയന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഏജ് ഓഫ് വിജയൻ, വിജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് എക്സ് ആണ്. ഇനി അജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അജയൻസ് ഏജ് ഈക്വൽ ടു അജയന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയന്റെ പ്രായത്തിന്റെ 10 മടങ്ങ്, അല്ല എന്നുണ്ടെങ്കിൽ വിജയന്റെ പ്രായത്തിന് 10 വയസ്സ് കൂടുതലാണ്. 10 വയസ്സ് കൂടുതൽ എന്നാണ് പറഞ്ഞത്, 10 മടങ്ങല്ല, 10 വയസ്സ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. ആരെക്കാൾ? വിജയന്റെ പ്രായത്തിനേക്കാള് 10 വയസ്സ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വിജയന് ഇവിടെ എക്സ് വയസ്സാണുള്ളത്, അതിനോടൊപ്പം എത്ര കൂടി കൂട്ടണം? 10 കൂടെ കൂട്ടിയാൽ മാത്രമേ ആരുടെ പ്രായമാകത്തുള്ളൂ? അജയന്റെ പ്രായമാകത്തുള്ളൂ. കൺഫ്യൂഷൻ ആവരുത്. പറയുന്നത് ആദ്യം വിജയന്റെ പ്രായം എക്സ് ആണ്, അങ്ങനെ വിജയന്റെ പ്രായം എക്സ് ആണ്, അജയന്റെ പ്രായമാണെങ്കിൽ എക്സിനോടൊപ്പം 10 കൂട്ടുക, എക്സ് പ്ലസ് 10 ആണ്. ഇനി പറയുന്നു ഇങ്ങനെ, എങ്ങനെയാണ്? 1 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം കൂടെ കഴിയുമ്പോൾ വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിട്ട് മാറും. ആരുടെ പ്രായം? അജയന്റെ പ്രായം. ഇങ്ങനെ എഴുതാം: 1 വർഷത്തിന് ശേഷം, ആഫ്റ്റർ 1 ഇയർ, ആഫ്റ്റർ 1 ഇയർ, 1 വർഷത്തിന് ശേഷം ആരുടെ പ്രായമാണ്? വിജയൻസ് ഏജ് ഈക്വൽ ടു 1 വർഷത്തിന് ശേഷം വിജയന്റെ പ്രായം എങ്ങനെയായിരിക്കും? ഇപ്പോൾ എക്സ് ഉണ്ട്, അടുത്ത വർഷം എത്രയായിരിക്കും? 1 വയസ്സും കൂടെ കൂടത്തില്ലേ? അപ്പോൾ എങ്ങനെയാവും? എക്സ് അധികം 1 എന്ന് വരുന്നു. അപ്പോൾ വിജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ്. ഇനി അജയന്റെ പ്രായം ആണെങ്കിൽ അജയൻസ് ഏജ് ഈക്വൽ ടു എങ്ങനെ വരും? അത് എക്സ് പ്ലസ് എത്രയാ വരുന്നത്? ഇവിടെ 10 ഉണ്ട്, ഇനി ഒന്നും കൂടെ കൂട്ടുക, അപ്പോൾ എക്സ് പ്ലസ് 11 എന്നാകുന്നു. എക്സ് പ്ലസ് 11. ഇനി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഈ വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിട്ട് മാറുന്നു. ആരുടെ പ്രായം? അജയന്റെ പ്രായം. വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ പ്രായത്തിന് ഈക്വൽ ആവും? അജയന്റെ പ്രായമായ എക്സ് പ്ലസ് 11 ഈക്വൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്, പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ഈക്വൽ ടു എക്സ് പ്ലസ് 11 എന്ന് വരുന്നു. ബാലൻസ് 2x ഇവിടെ ഉണ്ട്, ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, നെഗറ്റീവ് ആകുന്നു. 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്തിനപ്പുറത്ത് പ്ലസ് 11 ഉണ്ട്, ഇവിടുന്ന് 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -2 ആയിട്ട് മാറുന്നു. അപ്പോൾ 2xൽ നിന്നും എക്സ് പോയാൽ ബാലൻസ് ഉള്ളത് എക്സ് ആണ്. എക്സ് സമം 9 എന്ന് ലഭിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പ്രായമാണ് എടുത്തത്? എടുത്ത പ്രായം വിജയന്റെ പ്രായമാണ്.
അപ്പോൾ തൊട്ട് താഴത്തെ സ്റ്റെപ്പായിട്ട് എഴുതുക വിജയൻസ് ഏജ് ഈക്വൽ ടു 9. ഇപ്പൊ കിട്ടി, ഇത്രയാണ് 9. അടുത്ത സ്റ്റെപ്പായിട്ട് അജയൻസ് ഏജ് ഈക്വൽ ടു അജയന്റെ പ്രായം സമം, അജയന്റെ പ്രായം കണ്ടെത്താനായിട്ട് അജയൻസ് ഏജ് ഈക്വൽ ടു x+10 എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്. എക്സിന്റെ വാല്യൂ ഇപ്പോൾ കിട്ടി 9 ആണ്. 9 + 10 എന്ന് വരുന്നു. 10 + 9 ഈക്വൽ ടു 19 എന്ന് വരുന്നു. എത്രയാണ്? 19. അപ്പോൾ വിജയന് 10 വയസ്സും അജയന് 19 വയസ്സും. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ് എങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്ത ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യുക? ആവർത്തിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? ചെയ്യാനായിട്ട് തുടങ്ങാവൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അതിങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പൊ സംഖ്യ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ക്വസ്റ്റ്യനിൽ അറിയത്തില്ല. അപ്പോൾ ആദ്യമേ എന്തിനെ എന്ത് ചെയ്യുക? സംഖ്യയായിട്ട് എന്ത് ചെയ്യുക? എക്സിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്പർ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഈക്വൽ ടു നമ്പർ എന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. പിന്നീട് പറയുന്ന കാര്യം സംഖ്യയുടെ 5 മടങ്ങ്, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈ സംഖ്യയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 ടൈംസ് ഈക്വൽ ടു 5 ടൈംസ് ഓഫ് that number equal to 5 times of that number. സംഖ്യയുടെ 5 മടങ്ങ് സമം എങ്ങനെ വരും? അത് 5x ആണ്. എങ്ങനെ 5x കിട്ടുന്നത്? 5 മടങ്ങ് എന്ന് പറയുമ്പോഴത്തേന് 5 ടൈംസ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു നമ്പർ എക്സ്, 5x എന്ന് കിട്ടി. സംഖ്യയുടെ 5 മടങ്ങ് സമം 5x ആണ്. സംഖ്യയുടെ 5 മടങ്ങ് 5x ആണ്. ഇനി അതിനുശേഷം പറഞ്ഞ ഇങ്ങനെയാണ്, ആ സംഖ്യയേക്കാൾ, ആ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്, ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? സംഖ്യ ഇപ്പോൾ എക്സ് ആണ്. ഇതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതിനോടൊപ്പം എത്ര കൂടെ ആഡ് ചെയ്യണം? 4 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സംഖ്യ എത്രയായി? സംഖ്യ എന്ന് പറഞ്ഞാൽ x+4 ആയിട്ട് മാറുന്നു. ഒരു സംഖ്യയേക്കാൾ 4 കൂടുതലായ സംഖ്യയുടെ എത്ര മടങ്ങ് എന്നാണ് പറയുന്നത്? 3 മടങ്ങിന് തുല്യമാണ്. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 3 കൊണ്ടാണ്. ഇത് ഏതിനാ തുല്യമായിട്ടുള്ളത്? ആ സംഖ്യയുടെ തന്നെ 5 മടങ്ങിന് തുല്യമാണ്. 5 ടൈംസിന് ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. സംഖ്യയുടെ 5 മടങ്ങ് 5x ആണ്. ഇനി സംഖ്യയേക്കാൾ, നമ്പറിനേക്കാൾ 4 കൂടുതലായ സംഖ്യ x+4ന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 5x തുല്യമാണ്. ഈക്വൽ ടു 5x. ഇനി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ്. 3 × x 3x എന്ന് വരുന്നു. പ്ലസ് 3 × 4 12 ഈക്വൽ ടു 5x എന്ന് വരുന്നു. വീണ്ടും 3x എടുത്ത് എന്ത് ചെയ്യുന്നു? സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ 12 മാത്രമേ ഉള്ളൂ. 12 ഈക്വൽ ടു 5x മൈനസ് 3x എന്ന് വരുന്നു. വീണ്ടും 12 ഈക്വൽ ടു 2x എന്ന് വരുന്നു. തിരിച്ചെഴുതുമ്പോഴത്തേന് എങ്ങനെ വരും? 2x ഈക്വൽ ടു 12. ഞാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്ത് പോകുന്നത്. 2x ഈക്വൽ ടു 12, x ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു. x എന്ന് പറഞ്ഞ സംഖ്യ 6 ആണ്. നമ്മൾ ഉദ്ദേശിച്ച സംഖ്യ ഏതാണ്? 6 ആണ്. x ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഒരു സഹകരണ സംഘത്തിൽ സ്ത്രീകളുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് പുരുഷന്മാരുടെ എണ്ണം. 29 സ്ത്രീകളും 16 പുരുഷന്മാരും കൂടി സംഘത്തിൽ ചേർന്നപ്പോൾ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ സംഘത്തിൽ ആദ്യം എത്ര സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു സഹകരണ സംഘം, ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റിയാണ് പറയുന്നത്.
ആ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളും ഉണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത് സ്ത്രീകളുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ എണ്ണമാണ് എന്ത് കൂടുതല്, മെയിൽ വർക്കേഴ്സിന്റെ എണ്ണമാണ് കൂടുതല്, ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണം എന്താണ് കുറവാണ്. അപ്പോൾ ഇവിടെ ആരുടെ മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ എണ്ണത്തെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണത്തെ എക്സ് ആയിട്ട് പരിഗണിക്കുക. നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ്, നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് ഈക്വൽ ടു എക്സ്. എന്താ പറഞ്ഞത്, സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് സഹകരണ സംഘത്തിലെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. സ്ത്രീകളുടെ എണ്ണം എക്സ് ആണ്. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ്, നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഫീമെയിൽ വർക്കേഴ്സിന്റെ എത്ര മടങ്ങ് എന്ന് പറയുന്നു, 3 ടൈംസ് എന്ന് പറയുന്നു, 3 മടങ്ങ് എന്ന് പറയുന്നു. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന എക്സിനെ 3 കൊണ്ട് ഗുണിക്കുന്നു, അത് 3x ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ എണ്ണം കണ്ടെത്തി. മെയിൽ സ്റ്റാഫിന്റെ എണ്ണം ഫീമെയിൽ സ്റ്റാഫിന്റെ എണ്ണത്തെ എക്സ്, അങ്ങനെയാണെങ്കിൽ മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം എത്രയായിട്ട് മാറുന്നു, 3x ആയിട്ട് മാറുന്നു. ഇനി പറയുന്ന കാര്യം എത്ര പേരും കൂടെ ചേർന്ന് പറഞ്ഞാല് അവിടെ 29 സ്ത്രീകളും കൂടി എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വരുന്നു. എത്ര സ്ത്രീകളാണ് വരുന്നത്, 29 സ്ത്രീകൾ കൂടി വരുന്നു. 16 പുരുഷന്മാരും കൂടി എന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് വരുന്നു. എഴുതാം, when 29 female workers joined then അങ്ങനെയാണെങ്കിൽ then the number equal to വരി എങ്ങനെയാണ്, ഇങ്ങനെ when 29 female workers joined then the number 29 സ്ത്രീകളും കൂടി വന്നു കഴിഞ്ഞാൽ ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണം എത്രയായിട്ട് മാറും, അത് ഇപ്പോൾ എക്സ് ഉണ്ട്, അതിനോടൊപ്പം എത്ര കൂട്ടുക, എക്സ് പ്ലസ് 29 എന്നാകുന്നു, എക്സ് പ്ലസ് 29. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെയാണ് അടുത്തത്. എങ്ങനെയാണ് അത് നിങ്ങൾ എഴുതുക, when 16 ആരാണ് വരുന്നത്, മെയിൽ വർക്കേഴ്സ്, 16 male workers joined then number equal to 3x plus 16 എന്നാകുന്നു. എങ്ങനെയാണ്, 3x plus 16 എന്നാകുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ അവിടെ ആദ്യമേ എടുത്തതെന്ന് പറഞ്ഞാല് ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണത്തെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം അങ്ങനെയാണെങ്കിൽ അതിന്റെ 3 ടൈംസ് ആണ്, 3x ആണ്. അടുത്ത സ്റ്റെപ്പിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, 29 ഫീമെയിൽ വർക്കേഴ്സിനെ കൂടെ ആഡ് ചെയ്യുന്നു. 29 സ്ത്രീകളും കൂടെ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വന്നു ചേരുമ്പോൾ ആകെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ള എണ്ണമായ എക്സിനോടൊപ്പം 29 കൂടെ കൂട്ടുക, അപ്പോഴെണ്ണം എക്സ് പ്ലസ് 29 എന്നാകുന്നു. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് when 16 മെയിൽ വർക്കേഴ്സ് ജോയിൻഡ് 16 പുരുഷന്മാരും കൂടെ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വരുന്നു. 16 പുരുഷന്മാരും കൂടെ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ 3x പുരുഷന്മാരാണ് ഉള്ളത്. ആ 3xനോടൊപ്പം 16 കൂടി കൂട്ടുന്നു, 3x plus 16 എന്നാകുന്നു. അപ്പോൾ ടോട്ടൽ എത്രയാവും, 3x plus 16. ഇനി പറയുന്ന കാര്യം, ഈ പറയുന്ന പുരുഷന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഫീമെയിൽ വർക്കേഴ്സിന്റെ 2 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മടങ്ങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മടങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഇത്രകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരുടെ എണ്ണം ലഭിക്കും? പുരുഷന്മാരുടെ എണ്ണമായിട്ടുള്ള 3x പ്ലസ് 16 ലഭിക്കുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2x ആണ്. 2x പ്ലസ് 2 ഇൻറ്റു 29. 29നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലഭിക്കുന്നു 58 ഈക്വൽ ടു 3x പ്ലസ് 16 എന്ന് വരുന്നു. വീണ്ടും ബാലൻസ് ആയിട്ടുള്ളത് എങ്ങനെയാണ്? ഈ 2xനെ സമത്തിന് അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് ആ 16നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ 58 ആണുള്ളത്. 58 മൈനസ് 16 എന്ന് വരുന്നു. ഇനി സമത്തിന് അപ്പുറത്താണെങ്കിൽ 3x മൈനസ് 2x എന്ന് വരുന്നു. എങ്ങനെയാ വന്നത്? 2x ഇവിടെ ഉണ്ട്, സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ അവിടെ 3x മൈനസ് 2x എന്നായി. ഇനി ഇവിടെ എത്ര ഉണ്ട്? 58 ഉണ്ട്. 58 അതുപോലെ 16നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, മൈനസ് ആയിട്ട് മാറി. 58ൽ നിന്നും 16 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 42 ആണ്. 42 സമം 3xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ ബാക്കി x ആണുള്ളത്. അപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? x എന്ന് പറയുന്ന സംഖ്യ അത് 42 ആണ്. നമ്മളിവിടെ എടുത്തത് ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണമാണ് x ആയിട്ട് പരിഗണിച്ചത്. അപ്പോൾ എത്ര സ്ത്രീകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? 42 പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം നമുക്ക് ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യനിൽ ആകെ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണമാണ്, അത് 42 ആണ്. ഇൻ കേസ് മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് 3 ഇൻറ്റു 42 ചെയ്യുക, 3 ഇൻറ്റു 42 ചെയ്യുക. അപ്പോൾ ലഭിക്കും എത്ര? 132 ആണ് ആരുടെ എണ്ണം? മെയിൽ വർക്കേഴ്സിന്റെ എണ്ണമാണ്. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്.